വരാം. ശ്രീ രാഹുൽ ഈശ്വർ വളരെ സങ്കീർണമായ കഴകം കഴിക്കുമ്പോൾ ആ കഴകക്കാരൻ മാത്രമല്ല തിരിച്ചു വരാം. രാഹുൽ ഈശ്വർ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ തനിമയും അതിൻ്റെ ആചാര രീതികളും ഒക്കെ സംരക്ഷിക്കപ്പെടണം. ഒരുപാട് തർക്കം സമൂഹത്തിൽ പല കാലങ്ങളായി നടന്നു വരുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും സ്വാമി സച്ചിദാനന്ദയൊക്കെ ഉയർത്തുന്ന നിരവധിയായ പുരോഗമന ആശയങ്ങളൊക്കെ സ്വീകരിച്ചവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതൊക്കെ ഒരു പ്രധാന കാര്യം. പക്ഷേ ക്ഷേത്രാചാരം എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സങ്കീർണത വളരെ വലുതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൂടൽമാണിക്യം വിഷയത്തിലേക്ക് വന്നാൽ സർക്കാരാണ് നിയമിക്കുന്നത് ഒരാളെ കഴകം പോസ്റ്റിലേക്ക്. അവിടെ 6ഓളം തന്ത്രിമാർ ചേർന്ന് അതിനെ എതിർക്കുന്ന പശ്ചാത്തലമുണ്ടാകും. തുടർന്ന് ഇദ്ദേഹത്തെ ഓഫീസിലേക്ക് മാറ്റുകയാണ്. നമുക്കറിയാം അവിടെ ഒരു മാസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം നടക്കാൻ പോകുന്ന പശ്ചാത്തലമുണ്ട്. ആചാരങ്ങളുമായും അനുഷ്ഠാനങ്ങളുമായൊക്കെ താന്ത്രിക സമൂഹം സഹകരിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഈ എതിർപ്പുയർന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുരഞ്ജനത്തിലേക്ക് നീങ്ങുന്ന തരത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഈ പറഞ്ഞ നിയമിക്കപ്പെട്ട ആൾ പരാതിയുമായി വന്നിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഏറ്റെടുത്തത് പറ്റിയതാണ്. ഇതെന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ശ്രീ ബാലുവിനോട് സംസാരിച്ചിരുന്നു. അവിടെ ഇരിക്കുന്ന ആരാധ്യനായ നമ്മളെല്ലാം ആദരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികൾക്കും വാര്യർ സമാജത്തിന്റെ ആൾക്കും എല്ലാം പ്രണാമം അർപ്പിക്കുന്നു. വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ഇതിനെ ഒരു പരിഹാരത്തിലേക്കും സമവായത്തിലേക്കും എത്തണം. ആദരണീയനായ 6 തന്ത്രിമാരിലെ ഒരു തന്ത്രിയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പലപ്പോഴും നേരത്തെ വാര്യർ സമാജത്തിന്റെ ആൾ പറഞ്ഞതുപോലെ പരമ്പരാഗതമായി കെട്ടിവന്ന ആൾക്കാരെ മാറ്റുകയും തന്ത്രിമാരുടെ അടക്കം കൺസെന്റ് ഇല്ലാതെ, അനുമതി ഇല്ലാതെ ആണ് ഇദ്ദേഹത്തെ നിയമിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ ജാതിയോ സമുദായമോ ഒരു വിഷയമല്ല. ലോകഗുരുവായ, നമ്മളെല്ലാം വിശ്വഗുരുവായി കാണുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സമുദായത്തിലാണ് ശ്രീ ബാലു ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബാലു അടക്കം വളരെ കഴിവും പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ഞാൻ മുമ്പ് പരിചയമില്ല, ഇന്നാണ് അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെട്ടത്. ആ വിഷയം പക്ഷേ ഒരു സമവായത്തിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലലില്ലാതെ തീർക്കണം. ശ്രീനാരായണ ഗുരുദേവനൊക്കെ അങ്ങനെ ഒരു സമീപനമാണല്ലോ മുമ്പോട്ട് വെച്ചത്. ആരാധനായ സച്ചിദാനന്ദ സ്വാമികളോടും വളരെ താഴ്മയെ പറയാനുള്ളത്, അങ്ങൊക്കെ നിൽക്കുന്ന തലത്തിലല്ല ഞാനടക്കമുള്ള സാധാരണക്കാർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങ് നിലപാട് പറയുമ്പോൾ ഞങ്ങളെ അടക്കം കൂടി ഗുണദോഷിക്കാനും നിർദ്ദേശിക്കാനും ഒക്കെ അർഹതയുള്ള വ്യക്തിയാണ്, അധികാരമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരു സമവായത്തിന്റെ പാതയിലൂടെ തന്ത്രിമാരെയും കൂടെ വിശ്വാസത്തിലെടുത്ത് ദേവസ്വം പരസ്പരം പോരാടാതെ ഒരു അനുരഞ്ജനത്തിന്റെയും സമവായത്തിന്റെയും പാതയിലല്ലേ പോകേണ്ടത്. അപ്പം പലപ്പോഴും ഇത് ജാതിയുടെ ഒരു പ്രശ്നമല്ല എന്നാണ് തന്ത്രിമാർ പലപ്പോഴും ശക്തമായി പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, തന്ത്രിമാരുടെ കൺസെന്റ് ഉണ്ട്, തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതൊരു സെൻസിറ്റീവായ വിഷയമാണ്. വിശാല ഹിന്ദു കുടുംബത്തിനുള്ളിലെ വിഷയമാണ്. നേരത്തെ സച്ചിദാനന്ദ സ്വാമികൾ വളരെ ശരിയായി പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഹിന്ദു സമൂഹം ഈ രീതിയിൽ ഉണ്ടാവുമായിരുന്നില്ല. അതിനൊന്നും യാതൊരു തർക്കമോ സംശയങ്ങളോ ഇല്ല. പക്ഷെ ശ്രീനാരായണ ഗുരുദേവന്റെ സമീപനം പോലെ ഒരു മന്ദമാരുതനായി വന്ന് ആൾക്കാരെ കൂടെ വിശ്വാസത്തിലെടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും രീതിയിൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് മുമ്പോട്ട് പോകുന്ന ഒരു സമീപനം എടുക്കണം. ഇന്ന് ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ചില പ്രസ്താവനകൾ കണ്ടു. ആർക്കെതിരെയും ആക്ഷൻ എടുക്കുക അല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പം പകരം തർക്കമില്ലാതെ, പ്രശ്നമില്ലാതെ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്ന ഒരു സമീപനം. ജാതീയത നമ്മുടെ ഉള്ളിലെ തെറ്റാണ്. സമുദായങ്ങൾ എന്നും നിലനിൽക്കും, ജാതികളും സമുദായങ്ങളും നിലനിൽക്കും. പക്ഷേ ഈ ഉച്ചനീചത്വം നമ്മുടെ എന്നും ഇടയിലുള്ള പ്രശ്നമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഗവൺമെന്റ്, ദേവസ്വം ബോർഡ് മുമ്പോട്ട് വരികയും ഈ ഒരു വിഷയത്തിൽ ഒരു സമവായം കണ്ടെത്താൻ മുമ്പോട്ട് മേൽക്കൈ എടുക്കുകയും ചെയ്യണം. തന്ത്രിമാരെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുന്നതോ ഒറ്റപ്പെടുത്തുന്നതോ ശരിയല്ല. പലപ്പോഴും ബ്രാഹ്മണ സമൂഹത്തിലുള്ളവർ തുറന്ന് അവരുടെ അഭിപ്രായം പറയാറില്ല. അവർക്ക് വേണ്ട രീതിയിൽ തന്ത്രിമാർക്ക് തങ്ങളെ സമൂഹവും മാധ്യമവും കേൾക്കുന്നില്ല എന്ന വിഷമവും പരാതിയും ഉള്ളിലുണ്ട്. അവർ പറയുന്ന പല കാര്യങ്ങളെയും ജാതിയുടെ കള്ളിയിൽ മാത്രം ചേർത്ത് ഇവരെല്ലാം പിന്നോക്കക്കാരും അല്ലെങ്കിൽ ഇവരെല്ലാം മോശക്കാരും പിന്തിരിപ്പന്മാരുമാണെന്ന് ചിത്രീകരിക്കുന്നു എന്ന വിഷമമുണ്ട്. അപ്പൊ അവരെയും കൂടെ കേട്ടുകൊണ്ട്, മാത്രമല്ല മുമ്പ് ഞാൻ മനസ്സിലാക്കുന്ന കോടതിയിലടക്കം ഈ വിധി വന്നപ്പം കോടതിയിലടക്കം സമീപിച്ചൊരു ചരിത്രവും അപ്പം വളരെ സെൻസിറ്റീവായ സമുദായവും ജാതിയും വിശ്വാസവും എല്ലാം ചേരുന്ന ഒരു വിഷയമാണ്. അതിന്റെ സങ്കീർണത മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ കൂടൽമാണിക്യത്തിന്റെ ഭരണാധികാരികളോ ഒക്കെ ഒരു അനുരഞ്ജന സമവായ ചർച്ചകൾ വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരിക്കലും ജാതി അല്ല അവിടെ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം ഒരു അവകാശ തർക്കമാണ് യഥാർത്ഥത്തിൽ. ജാതി രാഹുല്, ജാതി അല്ല അവിടെ പ്രശ്നമെങ്കിൽ അതിനെ ആ തരത്തിലേക്ക് മാറ്റാനുള്ള മനഃപൂർവ്വമായ ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു വ്യാഖ്യാനം കൂടി താങ്കൾക്കുണ്ടോ? ഇപ്പോൾ താന്ത്രിക സമാജത്തിന്റെ പ്രസ് റിലീസിലൊക്കെ അത് കൃത്യമായി പറയുന്നുണ്ട്. അവിടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഉത്സവങ്ങളാണ് അവിടെ. പക്ഷേ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജോലികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ കുറേ നാളുകളായുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ കൂടൽമാണിക്യത്തെ വിഷയത്തെ അങ്ങനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്.
അല്ല, ആരെയും കുറ്റം പറയുന്നതല്ല. ജാതീയത നമ്മുടെ ചരിത്രത്തിൽ ഒരു തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. വിവേകാനന്ദ സ്വാമികൾ നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് അത് കാരണമാണല്ലോ. അവിടെയാണ് മഹാത്മാഗാന്ധിയും മഹാനായ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും മന്നത്താചാര്യനും മഹാത്മാ അയ്യങ്കാളിയും ഒരുപാട് പേര്, ശുഭാനന്ദ ഗുരുദേവനും തൈക്കാട് അയ്യാഗുരു അടക്കം ഒരുപാട് പേരാണ് നമ്മുടെ ഈ ഭ്രാന്താലയത്തെ ദേവാലയമാക്കി മാറ്റുന്നത്. അതോടൊപ്പം ചിലപ്പോഴെങ്കിലും ബ്രാഹ്മണ സമൂഹത്തെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് ജാതിയുടെ പേരിൽ ഹിന്ദു സമൂഹത്തെ പരസ്പരം തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമം ചില ആൾക്കാർ, പ്രത്യേകിച്ച് ലെഫ്റ്റ് ലിബറൽ മാധ്യമപ്രവർത്തകർ നടത്തുന്നുണ്ടോ, വേറെ ആരെയല്ല ഉദ്ദേശിക്കുന്നത്, ചില ലെഫ്റ്റ് ലിബറൽ മാധ്യമപ്രവർത്തകർ നടത്തുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും തോന്നാറുണ്ട്. അതായത് ജാതി എന്ന സെൻസിറ്റീവായ വിഷയത്തെ എടുത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ പരസ്പരം സ്പർദ്ധയുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ചില പുരോഗമനവാദികൾക്കില്ലേ, അല്ലെങ്കിൽ മനസ്സിൽ ജാതി സൂക്ഷിക്കുകയും വെളിയിൽ പുരോഗമനവാദികളാണെന്നും പറയുന്ന ചില മാധ്യമപ്രവർത്തകർക്കില്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെയാണ് ഇവരെ എല്ലാം കേട്ടുകൊണ്ട്, തന്ത്രി സമാജത്തെ കേട്ടുകൊണ്ട്, വാര്യർ സമാജത്തെ കേട്ടുകൊണ്ട്, ശ്രീ ബാലു അടക്കമുള്ളവരെ കേട്ടുകൊണ്ട് ആ വിഷയത്തിൽ ഒരു സമവായവും അനുരഞ്ജനവും വേണം. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നെങ്കിൽ അതായിരുന്നില്ലേ ചെയ്യുന്നത്? ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരി മഹാത്മാഗാന്ധിയെ കാണാൻ പോകില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പോയി കാണാം എന്ന് പറഞ്ഞ ഒരാളല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹത്തിന് എന്നെ കാണാൻ വരില്ലെങ്കിൽ ഞാൻ എന്നാ അങ്ങോട്ട് പോയി കാണാം. പ്രത്യേകിച്ച് ഈ വരുന്ന മാർച്ചിനും പ്രസക്തിയുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സച്ചിദാനന്ദ സ്വാമികൾക്ക് തിരുത്താം, മാർച്ച് 12-നാണ് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുന്നത്. അത് ഏകദേശം ഒരു നൂറ്റാണ്ടാവുന്നു. അപ്പം ചരിത്രത്തിൽ അന്ന് ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മജിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി നമ്മളെല്ലാം ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് മഹാത്മജി ഒരിക്കൽ കൂടി അവതരിക്കേണ്ടി വരും നമ്മുടെ പല സ്വാതന്ത്ര്യങ്ങളും നേടിയെടുക്കാൻ. അപ്പൊ ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്, പരസ്പരം പറഞ്ഞ് പരസ്പര സമവായത്തിൽ തീർക്കേണ്ട വിഷയം. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനും ഹിന്ദുക്കളെ തമ്മിൽ തല്ലിക്കാനും ഹിന്ദു സമൂഹത്തിൽ അന്ധഛിദ്രം ഉണ്ടാക്കാനും ബ്രാഹ്മണരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും ഉള്ള അവസരമായി ചില ആൾക്കാർ എടുക്കുന്നെങ്കിൽ അത് വളരെ മോശമാണ്. പകരം പരസ്പര യോജിപ്പോടുകൂടി പരസ്പര ഐക്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. ശ്രീനാരായണ ഗുരുദേവന്റെ എന്താ പറയുക അനുഗ്രഹത്തോടു കൂടിയാണ് മന്നത്ത് പത്മനാഭൻ അവർ സവർണ ജാഥ നടത്തുന്നത്, മഹാത്മാഗാന്ധി അടക്കമുള്ള ആലോചിച്ച്. അപ്പം നമ്മുടെ ചരിത്രം, നമ്മുടെ നവോത്ഥാന നായകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുമിച്ച് സാഹോദര്യത്തോടുകൂടി നമ്മളെ ഒരുമിപ്പിക്കാനാണ് ശ്രമിച്ചത്. നമ്മളായിട്ട് നമ്മുടെ സമുദായങ്ങളെ തമ്മിൽ തെല്ലിപ്പിക്കാൻ ശ്രമിക്കരുത്. ജാതി വിരോധം കുത്തിവെച്ച് പരസ്പരം ഹിന്ദു ഐക്യം തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ആവരുതെന്നുള്ള അഭ്യർത്ഥന താഴ്മയായി മുമ്പോട്ട് വെക്കും. തിരിച്ചു വരാം.